നമസ്കാരം. കേരളം നമ്പർ 1. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന വൈദ്യുതി നിരക്കുള്ള സംസ്ഥാനം, ഏറ്റവും ഉയർന്ന റോഡ് ടാക്സ് ഉള്ള സംസ്ഥാനം, ഏറ്റവും ഉയർന്ന ഇന്ധന നികുതിയുള്ള സംസ്ഥാനം, ഏറ്റവും ഉയർന്ന മദ്യനികുതി ഉള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുള്ള സംസ്ഥാനം, പുതിയ രോഗങ്ങൾ ഏറ്റവും ആദ്യം വരുന്ന സംസ്ഥാനം, ഏറ്റവും അധികം മരുന്നും മദ്യങ്ങൾ കഴിക്കുന്ന ജനങ്ങൾ, മദ്യം, ലോട്ടറി ഇവയുടെ വരുമാനം കൊണ്ട് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഉള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികൾ, പ്രമേഹ രോഗികൾ ഉള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന സംസ്ഥാനം, ഏറ്റവും അധികം ലഹരി വിൽപ്പന നടക്കുന്ന സംസ്ഥാനം, ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് നാഴികയ്ക്ക് 40 വട്ടം തള്ളുകയും എന്നാൽ മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വിദേശത്ത് പോകുന്ന മന്ത്രിമാരുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ഹവാല പണം എത്തുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്തവർ ഉള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ പറ്റിയ ജനങ്ങളുള്ള സംസ്ഥാനം, സമരം ചെയ്ത് ഏറ്റവും കൂടുതൽ ഫാക്ടറികൾ പൂട്ടിയ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനങ്ങൾ നടക്കുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുള്ള സംസ്ഥാനം, വരവിന്റെ 93% ശമ്പളത്തിനും പെൻഷനും വേണ്ടി ചിലവഴിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം, സ്വകാര്യ മാനേജ്മെന്റുകൾ കൈക്കൂലി വാങ്ങി നിയമനം നടത്തിയിട്ട് സർക്കാർ ശമ്പളം നൽകുന്ന ഒരേ ഒരു സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധജനങ്ങളുമുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ കൂലിപ്പണി ചെയ്യുന്ന സംസ്ഥാനം, ചെയ്യാത്ത പണിക്ക് നോക്കുകൂലി വാങ്ങുന്ന തൊഴിലാളികളുള്ള ലോകത്തിലെ ഒരേ ഒരു സംസ്ഥാനം, യാതൊരു പണിയും ചെയ്യാതെ യൂണിയൻ പ്രവർത്തനം മാത്രം നടത്തി കോടികൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരുള്ള സംസ്ഥാനം, ഡിഗ്രിയിൽ 80% മാർക്ക് വാങ്ങി പാസ്സായിട്ടും ഒരു വാചകം പോലും ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസാരിക്കാൻ കഴിയാത്ത ജനങ്ങളുള്ള സംസ്ഥാനം, ട്രേഡ് യൂണിയൻ, മിലിറ്ററി ഏറ്റവും കൂടുതൽ നാശം വിതയ്ക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സംസ്ഥാനം, ഒരു വ്യവസായ സംരംഭകനെ സ്വന്തം നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റിന് വേണ്ടി മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുള്ള ലോകത്തിലെ ഒരേ ഒരു സംസ്ഥാനം, വിവിധ ലോണെടുത്ത് തുടങ്ങിയ ലക്ഷക്കണക്കിന് സംരംഭങ്ങൾ ഈങ്കുലാബ് വിളിച്ച് പൂട്ടിക്കാൻ ഒത്താശ ചെയ്തു കൊടുത്ത ഭരണ, പ്രതിപക്ഷ, ഉദ്യോഗസ്ഥ, പ്രിന്റ്, ദൃശ്യ മാധ്യമങ്ങൾ, കപട പരിസ്ഥിതിവാദികൾ, കപട സാംസ്കാരിക നായകർ ഉൾപ്പെടെയുള്ളവരുമായി ഏകോപിച്ചുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സംസ്ഥാനം, 1957 മുതൽ 2022 വരെ രാഷ്ട്രീയ തൊഴിലാളി യൂണിയൻ സമരം മൂലം പൂട്ടിച്ച് വ്യവസായ സംരംഭങ്ങളുടെ ഇന്നേ വരെയുള്ള വരുമാന നഷ്ടം കണക്കിലെടുത്താൽ അത് 100 ലക്ഷം കോടിയുടെ മേലെ പോകുന്ന ലോകത്തിലെ ഒരേ ഒരു സംസ്ഥാനം, ജീവിക്കാൻ വേണ്ടി കുടിയേറ്റക്കാരായവരെ വനം കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം, ഭൂപരിഷ്കരണം തൊട്ട് അട്ടിമറി കൂലികൾ വരെ പരിഷ്കരിച്ച് കൃഷി സംസ്കാരം തന്നെ ഇല്ലാതാക്കി ഇപ്പോഴും അത് ഏറ്റവും നല്ല വിപ്ലവ തീരുമാനമായിരുന്നു എന്ന് നാഴികയ്ക്ക് 40 വട്ടവും പുതുതലമുറയെ 5 നേരവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം, ഭൂപരിഷ്കരണം നടത്താത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് അരിയും ഗോതമ്പും പച്ചക്കറിയും മേടിച്ച് അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്ത് അതൊരു മേന്മയായി കരുതുന്ന വിഡ്ഢികളുള്ള ഒരേ ഒരു സംസ്ഥാനം, ഒരു കർഷകൻ നെൽപ്പാടത്ത് പലവക കൃഷി ചെയ്യുമ്പോൾ അത് വന്ന് വെട്ടിനിരത്തുന്നത് വിപ്ലവത്തിന്റെ പൊൻതൂവലാണ് എന്ന് അവകാശപ്പെടുന്ന ലോകത്തിലെ ഒരേ ഒരു സംസ്ഥാനം, ഒരു കർഷകൻ എന്ത് കൃഷി ചെയ്യണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം, തോക്കു ചൂണ്ടി നെൽകൃഷി ചെയ്യടാ എന്ന് പറഞ്ഞ് അതിന് യാതൊരുവിധ സാമ്പത്തിക, സാമൂഹിക, തൊഴിലാളി അനുകൂല സാഹചര്യവും ഒരുക്കാത്ത ലോകത്തിലെ ഒരേ ഒരു സംസ്ഥാനം, ഏതെങ്കിലും കാരണവശാൽ കയറ്റുന്ന ജോലി 5 മണിക്ക് ശേഷം ആയിപ്പോയാൽ കരാറുകാരോട് 10 ഇരട്ടി കൂലിയുടെ കൂടെ അതിന്റെ ഇരട്ടിക്കൂലി അധികം ചോദിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സംസ്ഥാനം, സ്വന്തം സ്ഥാപനത്തിലെ ഉൽപ്പന്നങ്ങൾ സ്വന്തം തൊഴിലാളികളെ വെച്ച് സ്വന്തം ഇഷ്ടപ്രകാരമോ മറ്റ് വാഹനങ്ങളിലേക്ക് കയറ്റാനും ഇറക്കാനും സ്വാതന്ത്ര്യമില്ലാത്ത ലോകത്തിലെ ഒരേ ഒരു സംസ്ഥാനം, ഉൽപ്പന്നത്തിന്റെ വിലയേക്കാൾ ഇറക്കുകൂലി മേടിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സംസ്ഥാനം, ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറണമെങ്കിൽ അട്ടിമറിക്കൂലി പേടിച്ച് രാത്രി 12 മണിക്ക് ശേഷം വാഹനത്തിൽ ലോഡ് കയറ്റി പോകേണ്ട ഗതികേടുള്ള ലോകത്തിലെ ഒരേ ഒരു സംസ്ഥാനം, 5 വർഷം കൊണ്ട് 300 ഹർത്താലുകൾ നടത്തിയ ലോകത്തിലെ ഒരേ ഒരു സംസ്ഥാനം, ഏറ്റവും കൂടുതൽ സന്തോഷമില്ലാത്ത ജനങ്ങൾ ജീവിക്കുന്ന സംസ്ഥാനം, രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദിവസക്കൂലി മാസശമ്പളം കിട്ടുന്ന സംസ്ഥാനം, കിടപ്പാടം പണയപ്പെടുത്തി ബാങ്കിൽ നിന്നും ബ്ലേഡ് കമ്പനിയിൽ നിന്നും വായ്പ എടുത്ത് ലക്ഷങ്ങൾ മുടക്കി അന്യ സംസ്ഥാനങ്ങളിൽ പോയി BSc നഴ്സിംഗ് പഠിച്ചിട്ട് വന്ന് ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് പ്രതിമാസം 10,000 രൂപ ശമ്പളം കൊടുക്കാത്ത ലോകത്തിലെ ഏക സംസ്ഥാനം, 10ാം ക്ലാസ് പാസ്സാകാത്ത, ജോലി ചെയ്യാതെ വീട്ടിലിരുന്ന് ലക്ഷം രൂപ പ്രതിമാസ ശമ്പളം വാങ്ങുന്ന ലൈൻമാൻമാരുള്ള ലോകത്തിലെ ഏക ഇലക്ട്രിസിറ്റി ബോർഡുള്ള സംസ്ഥാനം,
കാശ് കൊടുത്ത് വാങ്ങിയ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ വീണ്ടും കാശ് കൊടുത്ത് കവറുകൾ വാങ്ങേണ്ട സൂപ്പർ മാർക്കറ്റുകളും മാളുകളുമുള്ള രാജ്യത്തെ ഏക സംസ്ഥാനം. സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരോട് മിനിറ്റുകൾ കണക്കാക്കി പാർക്കിംഗ് ഫീസ് ഈടാക്കുന്ന മാളുകളുള്ള രാജ്യത്തെ ഏക സംസ്ഥാനം. സ്ത്രീധനം കുറഞ്ഞു പോയെന്ന ധാരണയിൽ സ്വന്തം ഭാര്യയെ വിഷപ്പാമ്പുകളെ കൊണ്ട് കടിപ്പിച്ചു കൊന്ന ലോകത്തിലെ ഏക സംസ്ഥാനം. 4ാം ക്ലാസും ഗുസ്തിയും മാത്രം യോഗ്യതയുമായി മന്ത്രിമാർ ഭരിക്കുന്ന ലോകത്തിലെ ഏക സംസ്ഥാനം. ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ എല്ലാ മാസവും കടമെടുക്കുന്ന ലോകത്തിലെ ഏക സംസ്ഥാനം. ഇനി എന്തൊക്കെ വേണം കേരളത്തിന്റെ ഗുണഗണങ്ങൾ? എല്ലാ മേഖലയിലും കേരളം നമ്പർ 1. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.